ഓം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവീ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പംഗം ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണി ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ദേവീനാരായണീയം. ദേവിയുടെ ഇഷ്ടഭക്തൻ പണ്ഡിതാഗ്രേസരൻ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവീനാരായണീയം എന്ന സ്തോത്രകാവ്യത്തെയാണ് നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ദശകം 14 ഇന്നത്തെ പഠന ക്ലാസ്സിൽ നാം അനുസ്മരിക്കുന്നത്. ഈ ദശകത്തിലെ 1, 2, 3, 4 ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ ക്ലാസ്സിൽ 5, 6, 7, 8 ഈ 4 ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം നമുക്ക് പഠിക്കാം. ശ്രീ ജഗദംബികയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരെയും ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമുക്ക് ശ്ലോകങ്ങളുടെ പാരായണം ശ്രവിക്കാം. ദേവീനാരായണീയം ദശകം 14 സുദർശന കഥ ഭരദ്വാജാശ്രമ പ്രവേശം. ശ്ലോകം 5 പാരായണം. മനോരമായ അപി വീരസേന പിതാഭ്യുപേത്യാശു രുരോധ തസ്യ യത്നം ബലി സ്വസുതാസുതാഭിഷേകൈകബുദ്ധി ഖലു താവഭൂതാം. ശ്ലോകം 6. കൃത്വാ വിവാദം ച തതോ നൃപൗദ്വൗ ഘോരം ഋണം ചക്രതുരിദ്ധരോഷൗ യുധാജിതാ തത്ര തു വീരസേനോ ദൈവാത് ഹതോഭൂത് ഹരിണാ കരീവ. ശ്ലോകം 7.
राज्येऽभिषिक्तः खलु शत्रुजित् स बालस्ततोऽयं रिपुभिः युधाजित् दौहित्रराज्यं सुखमेकनाथ शशास वज्रीवदिवं महेशी. ശ്ലോകം 8. പത്യുഃ വിദുശ്ചാപി മൃതേരനാഥാം ഭീതാ വിദല്ലാഭിതമന്ത്രിയുക്ത മനോരമാ ബാലസുതാ ത്വരണ്യേ യയൗ ഭരദ്വാജമുനിം ശരണ്യം. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീമഹാദേവീ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 5 പദച്ഛേദം. ആദ്യം നമുക്ക് പദച്ഛേദം നോക്കാം. മനോരമായ അപി വീരസേനഃ പിതാ അഭ്യുപേത്യ ആശു രുരോധ തസ്യ യത്നം ബലി സ്വസ്വസുതാസുതാഭിഷേകൈകബുദ്ധി ഖലു തൗ അഭൂതാം. ഇതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം. മനോരമായാഹ പിത, മനോരമയുടെ പിതാവും ബലി വീരസേനഃ അപി, ബലവാനുമായ വീരസേനനും ആശു അഭ്യുപേത്യ, വേഗത്തിൽ ഓടിവന്ന് തസ്യ യത്നം രുരോധ, യുധാജിത്തിന്റെ പ്രയത്നത്തെ തടഞ്ഞു. തൗ ഖലു, ആ രണ്ടുപേരും സ്വസ്വസുതാസുധാഭിഷേകൈക ബുദ്ധി അഭൂതാം, സ്വന്തം മകളുടെ മകന്റെ അഭിഷേകത്തിൽ തന്നെ ആ രണ്ടുപേരും ഉറച്ചു നിന്നു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നാം വിവരിച്ചു ധ്രുവസന്ധ്യയുടെ ആദ്യപുത്രനായ സുദർശനൻ അല്ലേ, ആ മനോരമയുടെ സുദർശനെ പാരമ്പര്യമനുസരിച്ച് രാജ്യാഭിഷേകം ചെയ്യുവാനായിട്ട് നിശ്ചയിച്ചു. ആ സമയത്ത് ലീലാവതിയുടെ പിതാവ് ആയിട്ടുള്ള ആ യുധാജിത്ത് ഇടപെടുകയും തൻ്റെ മകളുടെ മകനെ ശത്രുജിത്തിനെ അഭിഷേകം ചെയ്യുന്നതിനായി പരിശ്രമങ്ങളൊക്കെ തുടരുകയും ചെയ്തു. ഉജ്ജയിനിയിലെ രാജാവായ ഈ യുധാജിത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. തൻ്റെ മകളുടെ മകൻ കാര്യപ്രാപ്തിയാകുന്നതുവരെ കോസല രാജ്യം തൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. തൻ്റെ ലക്ഷ്യപ്രാപ്തിക്കായി അദ്ദേഹം വസിഷ്ഠ മഹർഷിയെയും മന്ത്രിമാരെയും ഒക്കെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. തൻ്റെ മകളുടെ മകനായ ശത്രുജിത്താണ് കാര്യത്തിൽ ഏറ്റവും മിടുക്കൻ, സുദർശനൻ വളരെ പാവമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, ചില ന്യായങ്ങളൊക്കെ അദ്ദേഹം വസിഷ്ഠ മഹർഷിയോടും മന്ത്രിമാരോടുമൊക്കെ അവതരിപ്പിച്ചു. ഇവിടെ ഈ 5ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? കോസല രാജ്യത്തിലെ അഭിഷേക കാര്യത്തില് യുധാജിത്ത് ഇടപെടാൻ ഒരുങ്ങിയപ്പോൾ മനോരമയുടെ പിതാവായ വീരസേനനും ഈ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഓടി വന്ന് ഇടപെടുകയും യുധാജിത്തിന്റെ പ്രയത്നത്തെ മനോരമയുടെ പിതാവായ വീരസേനും ഇവിടെ ഓടി വന്നു അല്ലേ. അഭിഷേക കാര്യത്തില് യുധാജിത്ത് ഇടപെടാൻ ഒരുങ്ങുകയും ചെയ്തു. യുധാജിത്തും ഇടപെടാൻ തുടങ്ങി അല്ലേ. അപ്പോ മനോരമയുടെ പിതാവായ വീരസേനും ഈ കാര്യത്തിൽ വേഗം ഓടി വന്ന് ഇടപെടുകയും യുധാജിത്തിന്റെ പ്രയത്നം എന്തായിരുന്നു? തൻ്റെ മകനെ അഭിഷേകം ചെയ്യണമെന്നായിരുന്നു. അതിനുള്ള പ്രയത്നമാണ് യുധാജിത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ യുധാജിത്തിന്റെ പ്രയത്നത്തെ വീരസേനൻ തടയുകയും ചെയ്തു. മനോരമയുടെ പിതാവായ വീരസേനൻ തടയുകയും ചെയ്തു. ജ്യേഷ്ഠപുത്രനായിട്ടുള്ള ആ സുദർശനന് അഭിഷേകം എന്ന ആ കുലപാരമ്പര്യം തുടരണമെന്ന് വീരസേനും വാശി പിടിച്ചു.
അതായത് ശത്രുജിത്തിന്റെ ജ്യേഷ്ഠനാണല്ലോ സുദർശനൻ. ആ സുദർശനനെയാണല്ലോ അഭിഷേകം ചെയ്യുവാൻ നിശ്ചയിച്ചത്. അപ്പോ വീരസേനൻ വാശി പിടിച്ചു. കുലപാരമ്പര്യം തുടരണമെന്ന് വീരസേനൻ വാശി പിടിച്ചു. സുദർശനന്റെയും ശത്രുജിത്തിന്റെയും പിതാക്കന്മാർ സ്വന്തം പുത്രിയുടെ പുത്രന് രാജ്യം ലഭിക്കണം, ആ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇരുവരും. അവർ സ്വന്തം മകളുടെ മകന്റെ അഭിഷേകത്തിൽ തന്നെ ഉറച്ചു നിന്നു, വാശി പിടിച്ചു രണ്ടാളും. വീരസേനനും ആ മനോരമയുടെ പിതാവായ വീരസേനനും ലീലാവതിയുടെ പിതാവായ യുധാജിത്തും രണ്ടുപേരും വാശിയോടുകൂടെ നിൽക്കുകയാണ്. സ്വന്തം പുത്രിയുടെ പുത്രന് രാജ്യം ലഭിക്കണം, ഇതായിരുന്നു അവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം. രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതേ ഇല്ല എന്നാണ് 5-ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. 6-ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. കൃത്വാ വിവാദം ച തതഃ നൃപൗ ദൗ ഘോരം രണം ചക്രതുഃ യുദ്ധരോഷൗ യുധാജിതാ തത്ര തു വീരസേനാഃ ദൈവാത് ഹതഃ അഭൂത് ഹരിണാ കരീ ഇവ. അന്വയം നോക്കാം. തതഃ ദൗ നൃപൗ ച, ദൗ രണ്ട്, തുടർന്ന് ആ രണ്ടു രാജാക്കന്മാരും വിവാദം കൃത്വ, വിവാദം മൂത്ത്, യുദ്ധരോഷൗ, ക്രോധം മുഴുത്ത്, ഘോരം രണം ചക്രതുഹു, ഘോരമായിട്ട് യുദ്ധം ചെയ്തു രണ്ടുപേരും കൂടിയിട്ട്. തത്രതു ദൈവാത്, ആ യുദ്ധത്തില് ദൈവാത്, ദൈവത്തിന്റെ ആ വിധി, ആ വിധിവശാൽ ഹരിണാകരി ഇവ, സിംഹത്താൽ ആന എന്ന പോലെ യുധാജിത വീരസേന, യുധാജിത്തിനാൽ വീരസേനൻ ഹതഹ അഭൂത്, കൊല്ലപ്പെട്ടു. അതായത് രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങിയില്ല അല്ലേ? അതുകൊണ്ട് ആദ്യം വാദമായത് പിന്നീട് വിവാദമായി. ആരെ അഭിഷേകം ചെയ്യണം, ഇതിനെ ചൊല്ലിയായിരുന്നല്ലോ യുധാജിത്തും വീരസേനനും തമ്മിൽ തർക്കം. അപ്പോ ആ ആദ്യം വാദമായത് പിന്നീട് വിവാദമായി. തുടർന്ന് രണ്ട് രാജാക്കന്മാർക്കും ക്രോധം മുഴുത്തു. ഘോരം രണം ചക്രതുഹു, അതിഘോരമായിട്ട് ഗംഭീരമായിട്ട് യുദ്ധവും ആരംഭിച്ചു. ഈ യുദ്ധത്തിൽ തത്രതു ദൈവാത്, ആ വിധിയുടെ പ്രവൃത്തി അല്ലെങ്കിൽ വിധി വശാൽ, ഈശ്വര നിശ്ചയം എന്നെ പറയാവൂ, അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കരീ ഇവ, ആന എന്നതുപോലെ, ഹരിണാകരി ഇവ, എങ്ങനെയാണോ സിംഹം ആനയെ കൊല്ലുന്നത് അതേപോലെ യുധാജിത്ത് വീരസേനനെ നിഗ്രഹിച്ചു. സിംഹത്താൽ ആന എങ്ങനെയാണോ കൊല്ലപ്പെടുന്നത് അതുപോലെ യുധാജിത്തിനാൽ വീരസേനൻ കൊല്ലപ്പെട്ടു. ഇവിടെ അഭിഷേകത്തെ കുറിച്ചിട്ടുള്ള ചർച്ചയായിരുന്നു അല്ലേ? ആരെ അഭിഷേകം ചെയ്യണമെന്ന് അല്ലേ? അവര് തമ്മിലുള്ള ആ രണ്ട് രാജാക്കന്മാരും തമ്മിൽ തർക്കം തുടങ്ങി. രണ്ടുപേരും തമ്മിലുള്ള വാദവിവാദങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കലഹവും തുടങ്ങി. രണ്ടുപേരും ബലവാന്മാരാണ്, ഒട്ടും മോശക്കാരല്ല രണ്ടാളും. അതുകൊണ്ട് തന്നെ അവരുടെ തർക്കത്തിൽ ആരും ഇടപെടാൻ പോയില്ല, വേറെ ആരും ആ തർക്കത്തിൽ ഇടപെടാൻ പോയില്ല. ഭയങ്കരമായ യുദ്ധം രണ്ടുപേരും കൂടി ആരംഭിച്ചു. രണ്ടുപേരും തമ്മിൽ വളരെ നല്ല ഗംഭീരമായിട്ടുള്ള യുദ്ധം തന്നെയായിരുന്നു. അവർ ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരും അവരുടെ തർക്കത്തിൽ ഇടപെടാനും പോയില്ല. പക്ഷേ ശക്തിയുള്ള മൃഗമാണ് ആന അല്ലെ? ആനയ്ക്കാണ് കൂടുതൽ ശക്തി. പക്ഷേ ശക്തി കൂടുന്ന, അതിലും ശക്തി കൂടുന്ന സിംഹത്തോട് ഏറ്റുമുട്ടിയാൽ എന്താവും? ആന തോൽക്കും. ഇവിടെ ബലവാനാണ് വീരസേനൻ, ബലവാനായ വീരസേനൻ അതിലും ഏറെ ബലവാനായ യുധാജിത്തിനാൽ കൊല്ലപ്പെട്ടു. നോക്കൂ,
ശക്തിയേറുന്ന സിംഹത്തോട് ഏറ്റുമുട്ടിയാൽ ആന തോൽക്കും. ബലവാനായ വീരസേനൻ അതിലും ബലവാനായ യുദ്ധാജിത്തിനാൽ കൊല്ലപ്പെട്ടു. ആറാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ഇപ്രകാരമാണ്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമ. ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 7 പദച്ഛേദം. രാജ്യേ അഭിഷിക്തഃ ഖലു ശത്രുജിത് സഹ ബാലഃ തതഃ അയം രിപുഭിത് യുധാജിത് ദൗഹിത്ര രാജ്യം സുഖം ഏകനാഥഃ ശശാസ വജ്രീ ഇവ ദിവം മഹേഷി. അന്വയാർത്ഥം നോക്കാം. തതഃ സഹ ബാലഃ, അതിനെ തുടർന്ന് ബാലനായ സഹ ശത്രുജിത്ത്, ആ ശത്രുജിത്ത് രാജ്യേ അഭിഷിക്തഃ ഖലു, രാജ്യത്തിൽ അഭിഷിക്തനായി തീർന്നു. രിപുഭിത്, ശത്രുഹന്താവായ അയം യുധാജിത്ത്, ഈ യുധാജിത്ത് ഹേ മഹേഷി, അല്ലയോ മഹേശ്വരി, ഏകനാഥഃ, ഒരേ ഒരു നാഥനായി, ദൗഹിത്ര രാജ്യം, ദൗഹിത്രന്റെ രാജ്യത്തെ വജ്രീദിവം ഇവ, ഇന്ദ്രൻ സ്വർഗത്തെ എന്ന പോലെ സുഖം ശശാസ, സുഖമായി ഭരിച്ചു പോന്നു. വിവരണം, ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. ശശാവ വജ്രീവ ദിവം മഹേഷി, ഹേ മഹേശ്വരി, വജ്രീവ, വജ്രീവ എന്ന് വെച്ചാൽ എന്താ? വജ്രം കയ്യിലുള്ള ആൾ. വജ്രം കയ്യിലുള്ള ആൾ ആരാ? അത് ദേവേന്ദ്രൻ അല്ലെ? ആ ദേവേന്ദ്രൻ സ്വർഗം എങ്ങനെയാണോ ഭരിക്കുന്നത് അതേപോലെ സുഖം ഏകനാഥ, ഏകനാഥനായി, ഒരേ ഒരു നാഥനായിട്ട് യുധാജിത്ത് രാജ്യത്തെ ഭരിക്കാൻ തുടങ്ങി, ആ കോസല രാജ്യത്തെ ഭരിക്കാൻ തുടങ്ങി. ഇവിടെ വീരസേനൻ കൊല്ലപ്പെട്ടു അല്ലെ? അതോടുകൂടി സുദർശനന് വേണ്ടി വാദിക്കുവാൻ അവിടെ ആരും ഇല്ലാതായി. തുടർന്ന് ശത്രുജിത്ത് അഭിഷിക്തനാവുകയും ചെയ്തു, ശത്രുജിത്തിനെ അഭിഷേകവും ചെയ്തു. എന്നാൽ ശത്രുജിത്ത് കേവലം ഒരു ബാലനാണ്. അതിനാൽ കേവലം ഒരു ഉണ്ണിയല്ലേ, അത്രയ്ക്ക് കാര്യപ്രാപ്തി ആയിട്ടില്ലല്ലോ. ബാലസ്തതോ അയം രിപുഭിത് യുധാജിത്ത്, അതാണ് ശത്രുജിത്ത് കേവലം ഒരു ഉണ്ണിയാണ്. അതുകൊണ്ട് ശത്രുഹന്താവായിരിക്കുന്ന ഈ യുധാജിത്താണ് രാജ്യം ഭരിച്ചത്. യുധാജിത്തിന്റെ നിയന്ത്രണത്തിലായി ഈ കോസല രാജ്യം. ഈ കോസല രാജ്യം എങ്ങനെയാണ്? സ്വർഗം എന്ന പോലെ സമ്പന്നമായ ഒന്നായിരുന്നു. ഇനി ഇവിടെ ചോദ്യം ചെയ്യാൻ ആരും തന്നെ ധൈര്യപ്പെടാത്ത വിധം ബലവാനായ അല്ലെങ്കിൽ പ്രബലനായ ഏകാധിപതിയായിട്ട് യുധാജിത്ത് കോസല രാജ്യത്തെ അടക്കി വാണു. കോസല രാജ്യം തൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു എന്നാണ് പറയണത്. വീരസേനൻ കൊല്ലപ്പെട്ടു, സുദർശനന് വേണ്ടി വാദിക്കാൻ ആരും ഇല്ലാതായി. അതുകൊണ്ട് തന്നെ ശത്രുജിത്തിന്റെ അഭിഷേകവും നടന്നു. ആ ശത്രുജിത്ത് കേവലം ഒരു ഉണ്ണിയായിരുന്നു. ഫലത്തിൽ അയാളുടെ മാതാമഹനായ യുധാജിത്തിന്റെ നിയന്ത്രണത്തിൽ ആ രാജ്യം അടങ്ങി. കോസല രാജ്യം എങ്ങനെയാണ്? ആ യുധാജിത്തിന്റെ നിയന്ത്രണത്തിൽ അമർന്നു അല്ലേ ആ കോസല രാജ്യം. ആ കോസല രാജ്യം സ്വർഗം എന്ന പോലെ സമ്പന്നമായ ഒന്നായിരുന്നു. ചോദ്യം ചെയ്യാൻ ആരും ധൈര്യപ്പെടാത്ത വിധം പ്രബലനായ ഏകാധിപതിയായിട്ട് യുധാജിത്ത് ആ കോസല രാജ്യത്തെ അടക്കി വാണു എന്നാണ് പറയുന്നത്. ശ്ലോകം 8 പദച്ഛേദം നോക്കാം. പത്യുഹു പിതുഹു ച അപി മൃതേഹ അനാഥാ ഭീതാ വിദല്ലാഭിതമന്ത്രിയുക്ത മനോരമ ബാലസുത തു അരണ്യേ യയൗ ഭരദ്വാജമുനിം ശരണ്യം. ബാലസുത മനോരമാതു, തൻ്റെ കൊച്ചുമകനോടൊത്ത് മനോരമ എന്താ ചെയ്തത്? തൻ്റെ കൊച്ചുമകനായ ആ സുദർശനൻ അല്ലേ,
ആ മകനോടൊത്ത മനോരമയാകട്ടെ എന്താ ചെയ്തത്? ആ മനോരമയ്ക്ക് പത്യുഹു പിതുഹു ച അഭി, ഭർത്താവിൻ്റെയും പിതാവിൻ്റെയും മൃതേഹേ അനാഥാ ഭീത, അവർ രണ്ടുപേരുടെയും ഭർത്താവിൻ്റെയും പിതാവിൻ്റെയും മരണത്താൽ ആ മനോരമ അനാഥയും ഭീതയുമായി വിദല്ലാഭിത മന്ത്രിയുക്ത, വിദള്ളൻ എന്ന മന്ത്രി, ആ മന്ത്രിയോടുകൂടി അരണ്യ വനം, ആ വനത്തിലെ ശരണ്യനായ ഭരദ്വാജമുനിയയൗ, ഭരദ്വാജമുനിയെ ശരണം പ്രാപിച്ചു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. തൻ്റെ ഭർത്താവ് മരിച്ചു അല്ലെ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സഹായമാകേണ്ടിയിരുന്ന തൻ്റെ പിതാവും മരിച്ചു. അപ്പോൾ ഭർത്താവിൻ്റെയും പിതാവിൻ്റെയും മരണത്തോടുകൂടി ഭീതയായി തീർന്നു മനോരമ. തൻ്റെ ഭർത്താവ് ആയ ആ ധ്രുവസന്ധി കാട്ടിൽ നായാട്ടിനിടയ്ക്കാണ് മരിച്ചത്. ഇവിടെയോ യുദ്ധാജിത്തുമായുള്ള യുദ്ധത്തില് പിതാവും മരിച്ചു. അതായത് യുദ്ധം ചെയ്തത് യുധാജിത്തും വീരസേനുമാണ് അല്ലേ. അപ്പോൾ ഈ യുധാജിത്തുമായുള്ള യുദ്ധത്തില് തൻ്റെ പിതാവും മരിച്ചു. അതിനെല്ലാം പുറമെ ഈ കോസല രാജ്യത്തെ യുധാജിത്ത് കൈയടക്കുകയും ചെയ്തു. ഇത്രയൊക്കെ ആയതോടുകൂടി മനോരമ ഭയപ്പെട്ടു, താൻ അനാഥയായി പോയല്ലോ എന്ന്. അങ്ങനെ ഭീതിയായി തീർന്ന മനോരമ വിദള്ളൻ എന്ന പേരുള്ള മന്ത്രിയോടൊപ്പം അരണ്യേ ശരണം, വനത്തിൽ ഭരദ്വാജമുനിം യയോ, ഭരദ്വാജമുനിയെ ശരണം പ്രാപിച്ചു. എല്ലാവർക്കും ശരണ്യനാണ് ആ മുനി. ഭീതയായി തീർന്ന തൻ്റെ ഭർത്താവും പിതാവും ഒക്കെ മരണപ്പെട്ടതോടെ ഭീതയായി തീർന്നു. അപ്പോ ഭാവിയില് തൻ്റെ പുത്രനായ സുദർശനനെ, തൻ്റെ ഏകപുത്രനെ യുധാജിത്ത് കൊന്നുകളയാൻ സാധ്യതയുണ്ട്. മനോരമ ആലോചിക്കുകയാണ്. ലീലാവതിയിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് ചോദിച്ചാൽ തീരെ പ്രതീക്ഷിച്ചുകൂടാ. എങ്ങനെ രക്ഷപ്പെടാം? അങ്ങനെ മനോരമ ചിന്തിക്കാൻ തുടങ്ങി. അതിന് വിദള്ളൻ എന്ന മന്ത്രി ഒരു ഉപായവും പറഞ്ഞു കൊടുത്തു മനോരമയ്ക്ക്. നേരെ വനത്തിലേക്ക് പോയി തപോനിഷ്ഠനായ ഭരദ്വാജമുനിയെ ചെന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് തേരിൽ കയറി മനോരമ സുദർശനനുമായി വിദള്ളൻ എന്ന മന്ത്രിയോടൊപ്പം കാശിരാജ്യത്തിലേക്ക് പുറപ്പെട്ടു. കാട്ടിൽ വെച്ച് കാട്ടാളന്മാർ അവരെയൊക്കെ ആക്രമിച്ചു, കൊള്ള ചെയ്തു, വസ്തുവകകളെയൊക്കെ തട്ടിപ്പറിച്ചു. അവസാനം ഭരദ്വാജമുനിയുടെ ആശ്രമത്തിൽ അവർ എത്തിച്ചേർന്നു. ആ വിദള്ളൻ എന്ന മന്ത്രി എല്ലാ സംഭവങ്ങളും, ആ കോസല രാജ്യത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും ഭരദ്വാജമുനിയെ കേൾപ്പിച്ചു എന്നാണ് 8ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീമഹാദേവീ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു. ഹരേ കൃഷ്ണ.